ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഓസി ടോക്കീസ്. ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ എടുത്തു തുടങ്ങിയത് വളരെ എടുത്തുചാടിയുള്ളൊരു തീരുമാനമായിരുന്നു. ബിക്കോസ് ഞാനിപ്പോൾ മലേഷ്യയിൽ പോയി വന്നപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചായിരുന്നു വീട്ടിലത്തേക്ക്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ മറ്റേ ക്രിസ്മസ് ഫാദറിനെ പോലെ ഞാനും എൻ്റെ കുട്ടി ഡോഫും പോലെയാണ് ഓമി വന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇഷാനി ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി ഇന്ന് കേക്കൊക്കെ ഉണ്ടാക്കിക്കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു കേക്കൊക്കെ എന്തിനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്? അത് ഞാൻ നോക്കിയപ്പോൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്നു. ഇഷാനി പറയും നാളെ ഓമിയുടെ ബർത്ത്ഡേ പാർട്ടി. ഇവർ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി പോയി അത് എന്താ തീമോ ഒന്നുമേ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നുമേ ഇവരെന്താ ചെയ്യുന്നത് എവിടെയാണ് ചെയ്തേക്കുന്നത് പോലും എനിക്കറിയത്തില്ല. കാരണം ഇത് ഇവരായിട്ട് പ്ലാൻ ചെയ്തൊരു സാധനമാണ്, ജസ്റ്റ് നമ്മുടെ ഫാമിലി മാത്രമായിട്ട്. അപ്പം അത് ഇവർ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷാനിയാണ് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് ഒന്നുമേ എനിക്കറിയില്ല. ഞാനിവിടെ റാൻഡമിൽ വന്നപ്പോൾ ഇഷാനി ഇതേ ലൈഫിൽ ഭയങ്കര ടഫായിട്ടൊക്കെ ഇരുന്ന് പഴയ ഇനിയൊരു പഴയ ആളൊക്കെ ഇനിയിപ്പോൾ ആൾക്കാർ ഈ വ്ളോഗ് കണ്ടിട്ട് ഇഷാനിക്ക് ഓർഡറൊക്കെ കൊടുത്ത് തുടങ്ങണം. കാരണം ഇഷാനിക്ക് ആ സാരി ബിസിനസ്സും കേക്ക് ബിസിനസ്സും എല്ലാം കൂടെ കൊണ്ടും ഇഷാനി ഇവിടുത്തെ ഏറ്റവും വലിയ ഓൺട്രപ്രണർ ആവാനുള്ള ഒരു സ്കോപ്പിലാണ് ഇഷാനി ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് അവസാനം ഓർഡർ ഫോണിൽ എനിക്കൊരു ഡൗട്ട് ചോദിക്കാൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതായത് ഉദ്ദേശിച്ചത് ജസ്റ്റ് കട്ട് ദ വീഡിയോ ആൻഡ് ഗിവ് മൈ ഡാം ഫോൺ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒരു മിനിറ്റിൽ ഞാൻ തരാം. ഓമി ഇത് എവിടെ വെളിയിലാണ് അച്ഛൻ്റെ കൂടെ പൊളിച്ചടുക്കുന്നത്. അവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് അങ്ങനെ ലൈവായിട്ട് കഴിക്കുന്നു. അപ്പച്ചി നോക്കിയാ ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇത് ഡുറിയൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചക്ക. ഇതൊരു ടോയാ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ജസ്റ്റ് ടോയ് പോലെ ഞാൻ വാങ്ങിച്ചതാ. പിതുക്കാൻ പറ്റുന്നൊരു സാധനം, കൈക്ക് ഒരു പ്രഷർ റിലീഫ് പോലത്തെ ഒരു സാധനം. ഇത് ഞാൻ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ച അവന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചത് ഞാൻ. നല്ലതല്ലേ? ഇത് അവിടുത്തെ ചക്ക മെയിൻ സാധനമാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം ഇതിനകത്തുള്ള ഡുറിയൻ. എൻ്റെ വ്ളോഗ് ഇപ്പോഴേ തുടങ്ങി ഞാൻ. അതാ വിഷാന് കേക്ക് ഉണ്ടാക്കണേ കിട്ടും. എനിക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ, ഇത് അടിപൊളി കേട്ടോ. പക്ഷെ ഒരെണ്ണത്തിനകത്ത് മുട്ടായി വെക്കാതിരിക്കുമോ? മുട്ടായി ഇല്ലാതെ എനിക്ക് ഒരെണ്ണം കഴിക്കാം. അത് ഏതാണെന്ന് നോക്കി വെച്ചാൽ മതി. ഏറ്റവും ഫസ്റ്റ് കൊണ്ടങ്ങനെ എനിക്ക് അല്ലത് ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ്. എനിക്ക് അത് ഓവറായിട്ട് മധുരമായി പോകും. ഓമിക്ക് പാല് കൊടുക്കാൻ ട്രൈ ചെയ്യുവാണ്, ബോട്ടിൽ മിൽക്ക്. പണ്ട് ഞാൻ കൊടുത്തു, ആള് മൈൻഡ് ചെയ്തില്ല. എനിക്കും ഇഷ്ടമല്ല പാല്. തട്ടിയിടുന്നൊക്കെ കുച്ചു ഓമി കുച്ചു നല്ലതാ, കുടിക്കും. ജാപ്പനീസ് സ്റ്റോറിൽ നിന്ന് ഇവർക്ക് കൊണ്ടുവന്ന ഇത് റെഡി ടു മേക്ക് റോയൽ മിൽക്ക് ടീ. പിന്നെ അങ്ങനെ അത് പൊളിച്ചല്ലേ സാധനം. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം. ഒന്നെടുത്ത് ചിക്കൻ ഫ്ലേവർ അവരുടെ ഓൾറെഡി മസാലയൊക്കെ അതിനകത്തുണ്ട്. എടുക്കുക, ഒരു കുട്ടി ബൗളിലിടുക, ചൂടുവെള്ളം ഒഴിക്കുക, അടച്ചു വെക്കുക, സാധനം റെഡി. ബന്ധു പക്ഷെ അതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടേണ്ട വരും. അതൊന്നും വേണ്ട, ആ ബന്ധു കൊള്ളാം അല്ലേ. ഞാൻ മറ്റേ ജാപ്പനീസ് കോക്ക് മേടിച്ചു. അതെനിക്ക് തോന്നുന്നു ഇവൻ ഞാൻ എടുത്ത് വെക്കുന്ന സമയത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, എടുത്ത് ഉരുട്ടി എവിടെ വിട്ടു എന്ന് തോന്നുന്നു. പോയി തപ്പി എടുക്കണം. ഷുഗർ കട്ട് പ്ലാൻ ചെയ്യായിരുന്നു. ഷുഗർ ഓവർഡോസ് കട്ട് ചെയ്ത് കഴിക്കാം. കേക്കൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടതായി. പാവം കേട്ടോ. അയ്യോ അയ്യോ, ഇതെല്ലാം പോയില്ല. ഇച്ചിരി നാക്കി കൊടുത്തു. ഇച്ചിരി അവിടം വരെ വന്നിട്ട് എന്തെങ്കിലും നേടാതെ ഞാൻ പോവില്ല. ബായ് ഓമ, നീ പോയി സ്റ്റാഫ് റൂട്ട് കഴിക്ക്. നാളെ ഇവരെന്തെങ്കിലും കളിക്കാൻ അവിടെ ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ? അവനിൽ കേറ്റാല്ലേ? റെഡി. അമ്മ പാല് കൊടുത്ത് ട്രൈ ചെയ്തിട്ട് ആ ഒരു ബോറിൽ നിന്ന് എൻഡ് ചെയ്ത് ഇനി കുറച്ച് നേരം വെള്ളം കൊടുക്കാമെന്നായി. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വെറുതെ പാൽപ്പൊടി വേസ്റ്റ് അത്ര തന്നെ. അല്ല, ഇനി നിങ്ങൾ കലക്കി കുടിക്കും. നിങ്ങളിവിടെ ചായ കലക്കി ഇനി അത് കലക്കി കൊടുത്തു. ആ അതല്ലേ? അയ്യോ ചൂട്. ഓ ആള് പ്രിപ്പയർ വലിയ ഷെഫാണ്. ചൂടാണ്, ഇങ്ങനെയൊക്കെ ചൂടാണ്. ഞാൻ പറഞ്ഞു ഈ വ്ളോഗ് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷാനിക്ക് ഓർഡർ ബൈ ഓർഡർ ആയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? സിയൊക്കെ ഇഷാനെ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കും. ഇനി കേക്ക് മാത്രം. സിയ കേക്ക്സ് ആൻഡ് ബേക്സ് ആയി പോകും പെട്ടെന്നല്ലേ.
പൊളി പൊളി. അപ്പോൾ ഇത് എത്ര നേരം എടുക്കും? 15 മിനിറ്റ്. 15 മിനിറ്റ് സാധനം റെഡി. കേക്ക് അല്ലേ? പൊളി. നീ എൻ്റെ മേളിൽ ക്രീം എന്തെങ്കിലും ഇടും? മറ്റേ വിപ്ഡ് ക്രീം പോലെ ബട്ടർ ക്രീം. അത് പൊളി അത് പൊളി. അപ്പോൾ ഞാൻ റെഡിയായി. ഞാനിത് ബാംഗ്ലൂരിലെ വെറോമോടെ നിന്ന് വേറൊരു പരിപാടിക്ക് വേണ്ടി വാങ്ങിച്ചു. പക്ഷേ ഇന്നിപ്പോൾ അത് ഇടാൻ ഉപകരിച്ചു. അശ്വിനും എൻ്റെ സെയിം പോലത്തെ കളർ ബേബി പിങ്ക് ഷെയ്ഡുള്ള അഡിഡാസിൻ്റെ ഒരു ടീഷർട്ട് ഇടുന്നത്. ലുക്സ് ലൈക്ക് നല്ല മാച്ച് പോലെ. ഓമിക്കുട്ടൻ നല്ല ബോട്ടായൊക്കെ വെച്ച ഡ്രസ്സാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു. ഇപ്പോൾ ഉറങ്ങുക. എനിക്കൊന്ന് ജാവേദ് ഡ്രസ് പാലിൽ പോയിട്ട് ഒരു 10 മിനിറ്റിനകത്ത് എൻ്റെ ഹെയർ മാത്രം ഒന്ന് ബ്ലൂ ഡ്രൈ ചെയ്യണം. ജാവേദ് ഫ്രീ ആണോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ചെറുക്കാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. അതിന് അവിടെ എത്തിയിട്ട് കാണാം. ജാവേദ് എനിക്ക് ഫ്രീ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ 2 കൽപ്പിച്ച് ഇങ്ങനെ അങ്ങ് പോകും, അല്ലാതെ വേറെ വഴിയില്ല. സോ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ജാവേദിൻ്റെ റെസ്റ്റോറൻറ്റ് വന്നു. ജാവേദിൻ്റെ ഹെയർ സെറ്റ് ചെയ്തു. ഐ ലവ് ദ വേ മൈ ഹെയർ ലുക്സ്. ഞാനിപ്പോൾ പലപ്പോഴും എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാണ് പെട്ടെന്നൊരു 5 മിനിറ്റുള്ള സെറ്റിംഗ് ആണത്. ഐ തിങ്ക് ഓൺലി ഹീ ക്യാൻ ഡു ദറ്റ് അത്രയും സ്പീഡായിട്ട്. സോ ഐ മീൻ ഹി മേക്സ് മൈ ഹെയർ ലുക്ക് എ ലോട്ട് ഹെൽത്തിയർ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ബ്ലോ ഡ്രൈ വേണമെങ്കിൽ ഡു വിസിറ്റ് ജാവേദ് റെസ്റ്റോറൻറ്റ്. ഇറ്റ്സ് വെരി ഗുഡ്. ദേ ഡു വെരി ഗുഡ് വർക്ക് ഹിയർ. സോ ഈ ഒരു ബ്ലോ ഡ്രൈ സെറ്റ് 400 ആണ്. സോ മേളിലെല്ലാം റെഡിയാണെന്നാണ് പറഞ്ഞേ. മേലോട്ട് പോകണം. നമ്മുടെ സ്ഥിരം റൂം തന്നെയാണ്. ഡെക്കോർ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സീക്രട്ട് ബോക്സ് തന്നെയാണ് ചെയ്തത് തവണ. നമുക്ക് മേളിൽ പോയി ഡെക്കോറൊക്കെ ഒന്ന് കാണാം. നിന്റെ അടുത്തേക്ക് വരുന്നത് എന്ത് വെച്ചാലോ അവനെ എന്നെ കുറേ നേരത്തെ കണ്ട് പോകുന്നത്. സ്റ്റാഫിനെ കിട്ടിയില്ല. സ്റ്റാഫിനെ സ്പീക്കർ Bingo was his name, oh, B-I-N-G-O, B-I-N-G-O, B-I-N-G-O. There was a farmer who had a dog, and Bingo was his name, oh, I-N-G-O, 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 and Bingo was his name, oh. Yeah.
ഇങ്ക നല്ലൊരു ടീച്ചറിക്ക് ഇങ്ക 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 ആമി എല്ലാത്തിനും അവൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും അവൻ കൊതിയോടെ നോക്കുന്നു ഫ്രണ്ട് ഇരുന്നാണ് സൈഡിൽ പിടിച്ച് വെച്ചിരുന്നു ഓമിയും കക്കയും എന്തെങ്കിലും വാല്യൂ കഴിക്കാൻ കൊടുക്കണം. ശരി ഹെൽപ്പ് വേണ്ടി വരും അഖിൽ ചേട്ടനുണ്ടോ അവിടെ അങ്ങനെ നോക്കിയോ ഇതിന് എങ്ങനെയാണ് ബോൾസ് കുറവാണ് ഇച്ചിരി ബോൾസേ ഉള്ളൂ പക്ഷെ ബോൾസ് കുറവാണ് അതാണ് അവനെ കളിക്കാനോടെ അത് കടിക്കാതെ നോക്കിയാൽ മതി കൈ പിടിച്ചാൽ കുഴപ്പമില്ല ചുമ്മാ കളിച്ചോണ്ടിരിക്കുക റിലാക്സ്ഡ് ആയിട്ട് കാല്
ബോൾതാ ഓമി ചങ്ങര പന്താണ്. ബോള് 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 വേഗം എടുത്തോ ആ മതി എന്നെ കണ്ടി കാണുക എവിടെ ഏത് ക്യാമറ? മറ്റൊരു ക്യാമറ, മറ്റൊരു ക്യാമറ. നീ വരുന്നില്ലെന്നല്ലേ വിചാരിച്ചത്? ഓമി 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 നീ ചിരിപ്പിക്കും ചിരിപ്പിക്കും കൊച്ചു ഗോഷ്ടി കാണിച്ചു ഗോഷ്ടി എല്ലാരും ഓമി ഇങ്ങനെ കാണിക്കും ഓമി മോളെ ഓമി കൈ വെച്ച് കാണിക്കും ഓ ഹാർട്ട് വയ്ക്കാം ഹാർട്ട് അതെടുത്തോ അവനെ കൊണ്ടുപോകണെടുത്തു. അയ്യോ എന്തടാ ഓമിക്ക് വേറെ ആരും വേണ്ടേ ഓമി? എന്ത് വേണം? ഉറക്കം വരുന്നോ? അല്ല ഉറക്കം വരുന്നു. കുറച്ചുകൂടി തലയിൽ അവൻ ഇറങ്ങണമായിരുന്നു. അടുത്ത വർഷം പൂൾ പാർട്ടി നടത്താൻ. അവന്റെ കുട്ടിച്ചന്തി നമ്മൾ എന്ത് ചെയ്യാൻ
അഖിലെങ്ങാനും ഇനി ഉടുക്കൂരി ചാടി അടുത്ത ചോട്ട് മനോജ് വെള്ളത്തിൽ അടുത്ത വർഷം പൂൾ പാർട്ടി നടത്താം കേട്ടോ. ആ സന്തോഷം ഭയങ്കരം തന്നെ. അവനച്ഛൻ വയറിന്റെ അവിടെ പിടിച്ചാൽ അപ്പൊ അവന് കൈയിട്ട് അടിക്കാൻ പറ്റും. വയറിന് മാറ്റണോ കൈ അടിക്കാൻ പറ്റും. അച്ഛൻ്റെ ബോച്ചേ ഓക്കെ അപ്പൊ അയ്യോ ഓക്കെ ആ ഇങ്ങനെ നമ്മുടെ ഓമിയുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ തീർന്ന് അടിപൊളി നന്നായിട്ടെല്ലാം കഴിഞ്ഞു. ആൻഡ് ഓൾസോ ഓമി നല്ല അടിപൊളി ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചിരിക്കുകയാണ്. നല്ല 1.5 ഗോതമ്പ് ദോശയും അയ്യോ ഇവൻ ഇത് ശരി മുട്ടയുടെ വെള്ളയും 1.5 ഒക്കെ കഴിച്ചേട്ടാ. ഇവൻ എപ്പോഴും ഇത് എന്തെങ്കിലും സാധനം ആ ബെഡിൻ്റെ ഇടയിൽ വെക്കും എപ്പോഴും. ഓക്കെ നിനക്ക് തന്നെ. അപ്പം നമുക്കത് എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ടി വിയുടെ റിമോട്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം അവൻ ഇങ്ങനെ എറിയുമ്പോഴാണ് ശീലം. ഓക്കെ, സോ ഇന്ന് ഓമിയുടെ ബർത്ത്ഡേ പാർട്ടി ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി തന്നെ, ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നറിയാം. ഇപ്പോൾ ഓസിക്ക് എൻഡ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് കുറച്ച് ഓണത്തിൻ്റെ കുറച്ച് കുറച്ചധികം സ്റ്റോക്ക് വന്നുകൊണ്ട് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഉന്നാലനാനോ എന്നാലനിയോ സുത്തേക്കിച്ച്. See you in next vlog. ടാറ്റ പറയാം. Bye.